കരിമരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുമ്പോൾ ചിലത് പറയാനുണ്ട്. കേരളത്തിലെ ഉത്സവകാലങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഒരു പരമ്പരാഗത കുടിൽ വ്യവസായമാണ് പടക്ക നിർമ്മാണം. ആയിരക്കണക്കിന് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും വർഷം മുഴുവൻ കാത്തിരിക്കുന്നത് ഉത്സവ സീസണിലെ വരുമാനത്തിനായാണ്. എന്നാൽ സമീപകാലത്തായി വിവിധ ദേവാലയങ്ങൾ കരിമരുന്ന് പ്രയോഗം വേണ്ടെന്നു വെക്കുന്ന സാഹചര്യം ഈ മേഖലയെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. സീസൺ വരുമാനം ലക്ഷ്യമിട്ട് വായ്പയെടുത്തും കടം വാങ്ങിയും നിർമ്മാണ സാമഗ്രികൾ ശേഖരിച്ച തൊഴിലാളികൾ ഇന്ന് ആത്മഹത്യയുടെ മുനമ്പിലാണ്. ആചാരങ്ങളിൽ വരുത്തുന്ന മാറ്റം പതിറ്റാണ്ടുകളായി ഈ തൊഴിൽ മാത്രം അറിയുന്ന സാധാരണക്കാരുടെ കഞ്ഞിയിൽ മണ്ണ് വാരുന്നതിന് തുല്യമായി മാറിയിരിക്കുന്നു. ശാസ്ത്രീയമായ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അഭാവവും അപകടങ്ങളെക്കുറിച്ചുള്ള ഭീതിയുമാണ് പല ദേവാലയങ്ങളെയും ഈ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏകീകരിക്കുക. പടക്ക നിർമ്മാണത്തിനും കരിമരുന്ന് പ്രയോഗത്തിനും വ്യക്തവും കർക്കശവുമായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിക്കണം. ഇത് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തണം. അപകടസാധ്യത കുറഞ്ഞ രീതിയിൽ പടക്കങ്ങൾ നിർമ്മിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും തൊഴിലാളികൾക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകണം. മലിനീകരണവും ശബ്ദവും കുറഞ്ഞ ഹരിത പടക്കങ്ങളുടെ നിർമ്മാണത്തിലേക്ക് മാറാൻ തൊഴിലാളികളെ സഹായിക്കുകയും അതിനായുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാക്കുകയും ചെയ്യണം. പടക്ക നിർമ്മാണ തൊഴിലാളികൾക്കായി പ്രത്യേക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുകയോ നിലവിലുള്ളവയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുകയോ ചെയ്യണം. തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ആ കുടുംബങ്ങൾക്ക് മറ്റു ജീവനമാർഗങ്ങൾ കണ്ടെത്താൻ പലിശരഹിത വായ്പകളും സ്വയം തൊഴിൽ സഹായങ്ങളും നൽകണം. ആചാരങ്ങളിലെ മാറ്റം ഒരു വ്യവസായത്തെയും അതിനെ ആശ്രയിക്കുന്ന മനുഷ്യരെയും പൂർണ്ണമായി തകർക്കാതിരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഈ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു.